ഐക്യവേദി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷനും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ അവഹേളിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നതെന്നും പ്രയാഗ്രാജിൽ നടന്ന 66 കോടി ഭക്തജനങ്ങൾ പങ്കെടുത്ത മഹാകുംഭമേളയെ അടക്കം അവഹേളിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നതെന്നും ഹിന്ദു സമൂഹം അത് തിരിച്ചറിയണമെന്നും ഹിന്ദു ഐക്യവേദി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷനും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി പറഞ്ഞു. ലഹരിയുടെ ഉപയോഗം മൂലം ഇന്ന് നടക്കുന്ന അതിക്രൂരമായ പീഡനങ്ങൾ മുതൽ കൊലപാതകം വരെയുള്ള കാര്യങ്ങൾക്ക് ദിനം പ്രതി കേൾക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് ചെകുത്താന്മാരുടെ നാടായി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയൊന്നുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിന്ദുക്കളെ പച്ചക്ക അമ്പലനടയിൽ കെട്ടിത്തൂക്കുന്നു മുദ്രാവാക്യം. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകള് പരാതി കൊടുത്തപ്പോ അറസ്റ്റ് നടന്നപ്പോ ആ വിളിച്ച പ്രവർത്തകനെ ലീഗിൽ നിന്ന് പുറത്താക്കി. ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഹിന്ദുക്കളെ പച്ചക്ക് കെട്ടിത്തൂക്കുന്നല്ല പറഞ്ഞത്, RSSകാരെ പച്ചക്ക് കെട്ടിത്തൂക്കുന്ന പറഞ്ഞത് അമ്പലനടയിൽ. അപ്പൊ അത്തരത്തില് നമ്മുടെ നാട്ടില് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിലായിരുന്നു ഇത്തരം ജിഹാദി പ്രവർത്തനം രൂക്ഷമായത്. ഇപ്പോ കാസർഗോഡ് ജില്ലയിൽ കേരളത്തിൽ എവിടെയും എന്തും ചെയ്യാം ഹിന്ദുക്കളെ നേരെ. മാവുങ്കാൽ വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ് നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംഘടനാ ജില്ലാ സെക്രട്ടറി V സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് തച്ചങ്ങാട് ഗോപാലകൃഷ്ണൻ, സക്ഷമ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാ ബാബുരാജ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗത്ഭ്യം തെളിയിച്ച കലാകായിക പ്രതിഭകളെ ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മണികണ്ഠൻ ഉപഹാരം നൽകി ആദരിച്ചു. ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ സ്വാഗതവും പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ശശി തായങ്കട നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.